ഹായ്, ഹംഗ്രി മൃണാൾ. ഇന്ന് സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന കൊമ്പൻ സ്രാവ്. ഒരു പൈസ പോലും ചെലവില്ലാതെ അദ്ദേഹത്തിന്റെ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? വാഴ നനയുമ്പോൾ ചീരയും നനയെന്ന് പറയുന്നത് പോലെ ആശാനെ തല്ലിയും തലോടിയും കുറെ പേര് സോഷ്യൽ മീഡിയയിൽ രക്ഷപ്പെട്ടു പോകുന്നു. എന്തായാലും നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അഭിപ്രായവും പറയുന്നില്ല. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ചിക്കൻ ഉപയോഗിക്കുന്നതുകൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിന്റെ കടയിലെ മീറ്റ് ഹാർഡായി പോകുന്നു എന്ന് അദ്ദേഹം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ചെന്തോസ്കി ഇതിന് കാരണവും പറഞ്ഞിരുന്നു. റിഗർ മോർട്ടിസ് കാരണമാണ് മീറ്റ് ഹാർഡ് ആവുന്നതെന്ന്. ഇനി ഈ വീഡിയോയിൽ നമ്മൾ മൃണാൾ ചേട്ടനെ ഒന്നുകൂടെ സഹായിക്കും. എങ്ങനെ ഈ റിഗർ മോർട്ടിസ് സമയത്ത് ചിക്കൻ ഹാർഡ് ആകാതെ സൂക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ആശാൻ ഇതൊക്കെ കാണുമോ ആവോ? എന്തായാലും ഇത് കാണുന്ന നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. അപ്പൊ നമുക്ക് വേണ്ടത് സൊല്യൂഷൻ അല്ലേ? ഇതാ പിടിച്ചോ. 1. ചിക്കൻ അറുത്തതിന് ശേഷം രക്തസ്രാവം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു കുറവുള്ള വോൾട്ടേജിൽ, അതായത് ഒരു 60 to 120 വോൾട്ട് വൈദ്യുത സ്പന്ദനത്തിൽ കോഴിയുടെ ദേഹത്തേക്ക് പ്രവേശിപ്പിക്കാം. അതായത് ഇതിലൂടെ ശരീരത്തിന്റെ ATP വേഗത്തിൽ ചെലവായിട്ട് റിഗർ മോർട്ടിസ് എന്ന പേശി കാഠിന്യഘട്ടം അതിവേഗം ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് മാംസം കൂടുതലായിട്ട് കാഠിന്യമാവുന്നതിന് മുന്നേ തന്നെ മൃദുവായിട്ട് മാറും. ഇങ്ങനെ അറുത്തതിന് ശേഷം ഒരു 2 മുതൽ 3 മണിക്കൂറിനുള്ളിൽ തന്നെ മാംസം മൃദുവായ രീതിയിൽ നമുക്ക് പാചകം ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ ഈ പരിപാടി സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്യണം. ഇതിന് നമുക്ക് വേണ്ട വൈദ്യുത ഉപകരണങ്ങളൊക്കെ ആവശ്യമാണ്. ഇത് സാധാരണയായിട്ട് വ്യാവസായികമായിട്ട് മീറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റുകളിലാണ് കണ്ടുവരുന്നത്. എന്നാലും നമ്മുടെ മൃണാൾ ചേട്ടൻ എറണാകുളത്ത് 30 കടകളൊക്കെ തുടങ്ങാൻ പ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്ലോട്ടർ സെറ്റപ്പ് റെഡിയാക്കിയാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. മീറ്റ് ഹാർഡ് ആവുകയില്ല, അത് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യാവാം. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ, ഏറ്റവും നല്ല ബെസ്റ്റ് പരിപാടി കേട്ടോ. ഇനി അതല്ലാതെ മറ്റല്ലറ ചില്ലറ ഗുലാൻ പരിപാടികൾ കൂടി പറയാം. ഇത് എല്ലാവർക്കും ശ്രമിക്കാവുന്നതാണ്. നമ്മുടെ അറുത്ത കോഴിമാംസം ഫ്രീസ് ചെയ്യുന്നതിന് മുന്നേ ചൂടുള്ള താപനിലയിൽ ഒരു 25 to 30 ഡിഗ്രി സെൽഷ്യസിൽ വൃത്തിയായി സൂക്ഷിക്കുക. ഇങ്ങനെ ചെയ്താൽ റിഗർ മോർട്ടിസ് വേഗത്തിൽ ആരംഭിക്കുകയും അതിജീവിക്കുകയും ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യുക? ഉടനെ തന്നെ മാംസം പാചകം ചെയ്യുകയോ അല്ലെങ്കിൽ ശീതീകരിക്കുകയോ ചെയ്യണം. അപ്പോൾ കോഴിയിറച്ചി ഒരു 3-4 മണിക്കൂറിനും കൂടുതൽ അന്തരീക്ഷ താപനിലയിൽ വെക്കാൻ പാടില്ല. പിന്നെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് നല്ല ശുചിയോടെയും മലിനീകരണം ഇല്ലാതെയൊക്കെ സൂക്ഷിക്കാം. അതുപോലെ തന്നെ അറുത്ത ശേഷം കോഴിയെ ഒരിക്കലും നേരിട്ട് ഐസ് വെള്ളത്തിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ വെക്കരുത്. ഓക്കെ, അപ്പൊ റിഗർ മോർട്ടിസ് ആരംഭിക്കുന്നതിന് മുൻപ് റാപ്പിഡ് ചില്ലിംഗ് നടത്തുന്നത് കോൾഡ് ഷോർട്ടനിങ് എന്ന പ്രശ്നത്തിന് കാരണമാവുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാംസം കഠിനമാവാൻ കാരണമാവും. പിന്നെ സമയവും മാൻ പവറും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മൃദുവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് ഈ റിഗർ മോർട്ടിസ് കൂടുതലായിട്ട് സംഭവിക്കുന്ന കാലിലും കയ്യിലൊക്കെ ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ മസാജ് ചെയ്ത് കൊടുത്താൽ ഇത് പേശിയുടെ അമിത സങ്കോചനം കുറയ്ക്കുകയും മാംസത്തിന്റെ മൃദുത്വം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ശാസ്ത്രീയമായി ഏജിങ് ചെയ്താലും മീറ്റ് മൃദുവാകും. പിന്നെ നിയന്ത്രിതമായ ശീതീകരിച്ച സാഹചര്യങ്ങളിൽ സൂക്ഷിക്കുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ ഈ ഏജിങ് എന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണല്ലോ നമ്മുടെ മൃണാൾ ചേട്ടൻ ഈ ശ്രമമൊക്കെ നടത്തുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ ഏജിങ്ങും ആവാം. എന്തായാലും മൃണാൾ ചേട്ടൻ അന്തരീക്ഷത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരു ദിവസം അവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഹൃദയത്തിന്റെ ഭാഷയിൽ റിവ്യൂ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.